ഈ ലോകത്തിന്റെ പലതും നമ്മുടെ ശ്രദ്ധകളെ തിരിക്കുമ്പോൾ, ലൗകികമായി ജഡികമായിട്ടുള്ള പല കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധകളെ തിരിക്കുമ്പോൾ, ദൈവം എപ്പോഴും God is always seeking for our attention. നമ്മുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ ദൈവം നമ്മോട് ഇടപെടുവാൻ ആഗ്രഹിക്കുക. ഞാൻ അവളെ വശീകരിച്ച്, ജനത്തെക്കുറിച്ച്, ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പറയുക, ഞാൻ അവളെ വശീകരിച്ച്, യെസ്, മരുഭൂമിയിൽ കൊണ്ടുപോയി ഞാൻ അവളോട് ഹൃദ്യമായി, ഐ വിൽ സ്പീക്ക് കംഫർട്ടബിളി അൺടു ഹർ, ഞാൻ അവളോട് ഹൃദ്യമായി സംസാരിക്കും. യെസ്, അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആഖോർ താഴ്വരയും കൊടുക്കും. പ്രത്യാശയുടെ വാതിലായി ആഖോർ താഴ്വരകളെയും കൊടുക്കും. അവൾ അവിടെ അവളുടെ യൗവനകാലത്തിൽ എന്ന പോലെയും അവൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്ന നാളിലെന്ന പോലെയും വിധേയ ആകും. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം പറയുക, സ്തോത്രം, നിങ്ങളുടെ ജീവിതത്തിൽ ഈ നിങ്ങൾ പിന്മാറ്റം കാണുന്ന നിങ്ങളുടെ ജീവിതത്തിലെ ഈ വേദനിപ്പിക്കുന്ന വിഷയങ്ങളൊക്കെ വന്നെങ്കിലും, ഹല്ലേലൂയ, ഞാൻ നിങ്ങളെ വീണ്ടും എന്ത് ചെയ്യും? സ്തോത്രം, ഞാൻ നിങ്ങളെ വീണ്ടും എന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരും. ആമേൻ, ഹല്ലേലൂയ. ആഖോറിന്റെ താഴ്വരകളിൽ, സ്തോത്രം, പ്രത്യാശയുടെ ഒരു വാതിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തുറക്കും. ഇന്ന് ആരോടൊക്കെയോ ദൈവം ഇടപെടുകയാണ്. The valley of trouble becomes the valley and the door of hope.